നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മൈഥിലി അതിലൊരു തെറ്റ്? ജോലി, അതും അയാളുടെ അസിസ്റ്റന്റ് ആയിട്ട്. നീ ഇത്ര പൊട്ടനാണോ? അതോ നീ പൊട്ടൻ കളി കളിക്കുന്നതാണോ? മൈഥിലി, സ്വാമിനാഥൻ സാറ് നമ്മുടെ ഒരു രക്ഷകനാണ്. അദ്ദേഹം നമ്മളെ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അല്ല, നിനക്കും കൂടി ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ഞാനും കരുതി. കുറച്ചു നാളും കൂടി പിടിച്ചു നിൽക്കാൻ കഴിയുമല്ലോ. എന്റെ സ്വർണം വിറ്റ കാശില്ലേ നിന്റെ കയ്യില്? എന്റെ മൈഥിലി, അതൊക്കെ പെട്ടെന്ന് തീരില്ലേ? നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ലക്ഷ്യം കൂടി കാണണ്ടേ? നിനക്ക് മനുഷ്യരെ മനസ്സിലാവില്ലെന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? അയാളുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാൻ എന്നെ കിട്ടില്ല. അതിനെന്താ മൈഥിലി നിനക്ക് ഇത്ര ഈഗോ? അല്ല, പലരും ജോലി ചെയ്യുന്നത് പലരുടെയും കീഴിലല്ലേ? അയാൾ ഒരു പിശക് മനുഷ്യനാണെന്ന് ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞു. അയാൾ ഒരു കുറുക്കനാ. എന്റെ മൈഥിലി, എടീ, അയാൾക്ക് നിന്റെ അച്ഛന്റെ പ്രായമുണ്ട്. അച്ഛന്റെ പ്രായമുള്ളവരല്ലേ സ്ത്രീകളോട് മക്കളോടെന്ന പോലെയാണോ പെരുമാറുന്നത്? അല്ല, നീ എന്താ പറഞ്ഞു വരുന്നേ? നിന്റെ ഈ സിറ്റുവേഷനിൽ ഇപ്പൊ കാർത്തി ആയിരുന്നെങ്കിൽ കാർത്തി ഇങ്ങനെ ഒരു തീരുമാനമൊന്നും എടുക്കില്ലായിരുന്നു. അപ്പൊ അത് ശരി. ഞാനിത് പല പ്രാവശ്യമായിട്ട് ശ്രദ്ധിക്കുന്നു. നിന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും കാർത്തി ഇറങ്ങി പോയിട്ടില്ല അല്ലേ? കാർത്തിക്കിനെ ഇറക്കി വിട്ടിട്ടാണല്ലോ ഞാൻ നിന്റെ പിറകെ വന്നത്. ഞാൻ പറഞ്ഞതേ കാർത്തിക്കും നീയും തമ്മിലുള്ള വ്യത്യാസമാ. എന്നേക്കാൾ വലിയ മഹാനാണ് അവനെന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞു വരുന്നേ? ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന സുരക്ഷിതത്വങ്ങൾ പലതും നിന്നിൽ നിന്ന് എനിക്ക് കിട്ടാതെ പോകുന്നുണ്ട്. അത് തുറന്നു പറഞ്ഞതാ. ഞാനെന്താടി നിന്നെ പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് വല്ലയിടത്തേക്കും പോയോ? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? ഒരാളെ മനസ്സിലാക്കാനുള്ള കഴിവ് പോലും നിനക്കില്ലല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. മൈഥിലി, നിന്റെ നോട്ടത്തിൽ കാണുന്ന മനുഷ്യരെല്ലാവരും കുഴപ്പക്കാരും അപകടകാരികളും. എടീ, ഒരു മനുഷ്യൻ ഒരു ജോലി തരാന്ന് പറയുമ്പോ നിനക്ക് അതിലും സംശയം. എടീ, എനിക്കറിയില്ലേ എന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ? അപ്പോ നീ എന്നെ ആ കാർത്തികുമായിട്ട് കമ്പയർ ചെയ്യുന്നു. കാർത്തിക് അയാളുടെ ഭാര്യയുടെ കാര്യത്തിൽ വളരെ പൊസസീവ് ആണെന്നാ ഞാൻ പറഞ്ഞത്. നീയുമായിട്ട് ആ ചെമ്പകമംഗലത്ത് നിന്ന് പുറപ്പെട്ടത് മുതൽ ഇതേ ഇവിടെ എത്തുന്നത് വരെ 10,000 പ്രാവശ്യം ഞാൻ കേൾക്കുന്ന പേരാ കാർത്തിക്. എടി, എന്നാ പിന്നെ നിനക്ക് കാർത്തികിന്റെ കൂടെ പോയി ജീവിച്ചുകൂടായിരുന്നോ? എടി, പ്രസവിച്ച കുഞ്ഞിനെയും വലിച്ചെറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.